ഓക്കെ, IVMS ഹൈക്യൂഷൻ്റെ IVMS എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ അതിലെങ്ങനെ അറ്റൻഡൻസിൻ്റെ കോൺഫിഗറേഷൻസ് ആഡ് ചെയ്യാം എന്നുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ നമ്മളൊരു ബ്രൗസർ എടുത്തിട്ട് അതിൽ IVMS 4200 ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴത്തേക്ക് പോകുമ്പോൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് 2 വേർഷൻസാണ് കാണുന്നത്. ഈ കാണുന്ന വെർഷൻ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഇത് മാക് യൂസേഴ്സിലാണ്. മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കസ്റ്റമറോട് പറയുക ഇതാണ് സോഫ്റ്റ്വെയർ, കസ്റ്റമർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് തരണം. ബിക്കോസ് മാക്കിൽ കുറച്ച് പ്രൈവസി കൺസേൺസ്, ആപ്പ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെക്കാളും കൂടുതൽ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിരിക്കും ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. നമ്മൾ IVMS 4200 എന്ന് പറഞ്ഞ വേർഷനാണ്. ഇതിൽ നമുക്ക് CCTV ക്യാമറ, ആക്സസ് കൺട്രോൾ, അറ്റൻഡൻസ് മെഷീൻ ഇങ്ങനെയുള്ളതൊക്കെ കോൺഫിഗർ ചെയ്യാം. സോ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എഗ്രി ക്ലിക്ക് ചെയ്യുക. എഗ്രി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡിങ് കാണാം. ഏകദേശം 300 MB ഇടയ്ക്ക് ഡൗൺലോഡ് ഉണ്ട്. സോ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ്സിൽ പോവുക. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, യെസ് കൊടുത്ത് വിടുക. ജസ്റ്റ് ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ബേസിക് കോൺഫിഗറേഷനാണ്, ഇതിൽ വേറെ ചെയ്യാനൊന്നുമില്ല. ഇൻസ്റ്റാൾ കൊടുക്കുക. ബേസിക് ആയിട്ടുള്ള അതിൻ്റെ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രെഡൻഷ്യൽസും കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ആ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും കൊടുക്കുക. അത് സോഫ്റ്റ്വെയർ അൺലോക്ക് ചെയ്യാനുള്ള ക്രെഡൻഷ്യലാണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാനത് ഇൻസ്റ്റാളേഷൻ ബാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പറയാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ അതിൻ്റെ ബേസ് ഫയൽസും പിന്നെ സ്ട്രീമിങ്ങിനും മീൻസ് CCTV ഒക്കെ ആടിയുമ്പോൾ സ്ട്രീമിങ് കാര്യങ്ങളുള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റാൾ ആവുന്നത്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ആപ്പ് ഒന്ന് ഓപ്പൺ ആവാൻ. ഓക്കെ, ഇത് എനേബിൾ ചെയ്യുക. അത് പുഷ് നോട്ടിഫിക്കേഷനാണ്, എനേബിൾ ചെയ്തിടുക. ഓക്കെ, ഇവിടെ സൂപ്പർ യൂസർ നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ ലാംഗ്വേജ് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. സൂപ്പർ യൂസർ നെയിം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ അഡ്മിൻ തന്നെ കൊടുക്കാം. ഓക്കെ, കസ്റ്റമർക്ക് വേറെ എന്തെങ്കിലും നെയിം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു കെൻ യൂസ് കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ്, ലോവർ കേസ്, അപ്പർ കേസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഫോർ യുവർ പാസ്വേഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 kinds ഓഫ് ദം കണ്ടെയ്ൻഡ്. അതുപോലെ എന്തൊക്കെ പാടില്ല എന്നുള്ളതുണ്ട്. നമ്പറുകളുടെ കോമ്പിനേഷൻ, ചെറിയ അക്ഷരം, വലിയ അക്ഷരം, ക്യാപിറ്റലൈസ്, സ്മോൾ ലെറ്റർ അങ്ങനെയുള്ളത്. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടർ, കുത്ത്, കോമ, അറ്റ്, ഹാഷ് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂസർ നെയിം എന്താണോ അത് തന്നെ പാസ്വേഡ് കൊടുക്കാൻ പാടില്ല. യൂസർ നെയിം അഡ്മിനാണ്, അപ്പോൾ അഡ്മിൻ എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല. 1 2 3 അങ്ങനെ വരുന്നൊരു കോമ്പിനേഷൻ ഉണ്ട്. 4 5 6 അങ്ങനെയുള്ള നമ്പർ കോമ്പിനേഷൻ പാടില്ല. പിന്നെ ഡിഫോൾട്ടിൽ അവർ പറഞ്ഞിട്ടുണ്ട് അഡ്മിൻ എന്നുള്ളത് പാസ്വേഡ് പാടില്ല എന്നാണ്. പിന്നെ 4 ഡിജിറ്റ് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കരുതെന്ന്. ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് നമ്പേഴ്സ്, അതായത് ഇപ്പോൾ ഞാൻ 1 2 3 കോമ്പിനേഷൻ പറഞ്ഞു, അതുപോലെ ഇപ്പോൾ 4 3 2 1 അങ്ങനെയുള്ള കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒരു പാസ്വേഡ് എടുക്കാം. ഞാൻ കൊടുക്കുന്നത് ASDF@33442. ഓക്കെ, ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ കൊടുക്കുന്നത്. അത് എന്നോട് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി അക്സെപ്റ്റ് ആയി. ഞാൻ ഇപ്പോൾ അഡ്മിനാണ് കൊടുക്കുന്നതെങ്കിൽ admin@123 എന്ന് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അവിടെ വീക്കായിട്ടുള്ള പാസ്വേഡും കാണിക്കും, ഇൻവാലിഡ് പാസ്വേഡ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ മാറ്റി AS ക്യാപിറ്റലായി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ എളുപ്പം ഓർക്കാനായിട്ട് ASDF@4343 രണ്ട് മാച്ചിങ് ആണ്. ഏകദേശം ഇത് എനേബിൾ ചെയ്തേക്കാം. ബിക്കോസ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്താൽ പോലും രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കില്ല. അപ്പോൾ അത് എനേബിൾ ചെയ്യുക, ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. മാക്സിമം സെക്യൂരിറ്റി ക്വസ്റ്റ്യനിൽ നിങ്ങൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക. ജസ്റ്റ് ABC ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പാസ്വേഡ് എങ്ങാനും മറന്നു പോയാലും നമുക്ക് റീസെറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാനങ്ങനെ കൊടുത്തു, ലോഗിൻ കൊടുത്തു. അപ്പോൾ എൻ്റെ ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് വരാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ജസ്റ്റ് ഓക്കെ കൊടുക്കുക, ജസ്റ്റ് ക്ലോസും കൊടുക്കുക. ഓക്കെ കൊടുത്തേക്കുക, ഫുൾ സ്ക്രീൻ ആക്കുക.
ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്ന മെനു. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു അറ്റൻഡൻസ് മെഷീൻ ആഡ് ചെയ്യാനായിട്ട് ഒന്നാമത്തത് ഡിവൈസിന് നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഡിവൈസ് മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ കാണുന്നത്. രണ്ടാമത് ഡിവൈസിലുള്ള ആളുകളെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത് നിങ്ങൾക്ക് വേണ്ടത് ഈ ടൈം അറ്റൻഡൻസിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യണം. ടൈം ആൻഡ് അറ്റൻഡൻസ് ഒരു ഓപ്ഷൻ വേണം. അത് ഡിഫോൾട്ട്ലി ഹൈഡായിട്ടായിരിക്കും വരിക. അതിന് നിങ്ങൾ എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്യാനായിട്ട് എഡിറ്റ് ഹോം പേജിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈം അറ്റൻഡൻസ് ഹൈഡായിട്ട് എടുക്കുന്നത്. അതിന് പ്ലസ് കൊടുത്ത് കഴിഞ്ഞാൽ അത് അൺഹൈഡ് ആവും. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം അറ്റൻഡൻസ് ഒരു ഓപ്ഷനും കൂടെ വന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഡിവൈസിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഡിവൈസ് മാനേജ്മെൻറ്റിൽ പോവുക. ഓക്കെ, ഡിവൈസ് മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈസ് ലിസ്റ്റ് ഇവിടെ കാട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ, ഇതാണ് എൻ്റെ ഡിവൈസ്. ഇപ്പോൾ ഞാൻ ഡിവൈസിന് ആഡ് ചെയ്യുന്നു. ആഡ്. ഓക്കെ, ഡിവൈസിനൊരു പേര് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഓഫീസ് എന്നുള്ള പേര് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം യൂസർ നെയിമാണ്, അതായത് നിങ്ങൾ ഡിവൈസ് കോൺഫിഗർ ചെയ്യാൻ നേരത്ത് ഇട്ട യൂസർ നെയിമാണ്. ഡിഫോൾട്ട്ലി അഡ്മിൻ. പാസ്വേഡ് നിങ്ങൾ ഡിവൈസ് കോൺഫിഗർ ചെയ്തപ്പോൾ അപ്പാക്കിയപ്പോൾ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആഡ് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓൺലൈൻ ആയിട്ടുണ്ട്. നിങ്ങളിത് ഓൺലൈൻ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡിൻ്റെ എറർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കേഴ്സറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എറർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, എങ്ങനെയാണ് ഡിവൈസിനെ ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ഡിവൈസിൽ നമുക്ക് യൂസേഴ്സിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം പേജിൽ തിരിച്ചു വന്നു. പേഴ്സണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേഴ്സണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞായിരിക്കും ഡിഫോൾട്ട്ലി ഗ്രൂപ്പ് കിടക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ഗ്രൂപ്പ് കിടക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാതെ ജസ്റ്റ് അതിൻ്റെ അണ്ടറിൽ തന്നെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടാക്കുക. ആഡ്. ഓക്കെ, ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഗ്രൂപ്പുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചില ഓഫീസുകളിലൊക്കെ സ്ട്രക്ചർഡ് ആയിട്ടിരിക്കും. കാരണം സെയിൽസുകാർക്ക് ഒരു ടൈം പീരീഡ്, കാരണം നമുക്കിത് അറ്റൻഡൻസ് കോൺഫിഗർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ സെയിൽസുകാരെ നമുക്കൊരു ഗ്രൂപ്പിൽ കൊണ്ടുവരാം, ടെക്നിക്കൽ ടീമിനെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവരാം, അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അവർ, പിന്നെ HR റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന അവർ, അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകൾ നമുക്ക് കോൺഫിഗർ ചെയ്യാം. എനിക്കിപ്പോൾ ഒറ്റ ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാഫ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, സ്റ്റാഫ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി സെലക്ട് ആയി. നിങ്ങൾക്ക് കാണാൻ ഒരു ഡാർക്ക് കളർ ഷെയ്ഡിൽ, അതാണ് ഓട്ടോമാറ്റിക് സെലക്ട് ആയിക്കുന്നത്. ഇനി ഞാനിവിടെ ആഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടറിലേക്കായിരിക്കും എടുത്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. കണ്ടോ? ഇല്ല, ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാണ്ട് ഡിലീറ്റ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യാണ്ട് ഇതാണ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അണ്ടറിലേക്കായിരിക്കും വരിക അത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ ഗ്രൂപ്പിൻ്റെ താഴെയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അങ്ങനെയുള്ള സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഷെയ്ഡ് കിട്ടും, സെലക്റ്റഡ് ഷെയ്ഡ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഗെറ്റ് ഫ്രം ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കൊടുത്ത പേര് വേണം. എൻ്റെ ഡിവൈസിൻ്റെ പേര് ഞാൻ ഓഫീസിൽ നിന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഓഫീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെറ്റ് ഓൾ എംപ്ലോയീസ് തന്നെയാണ്. അതിനുശേഷം ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇമ്പോർട്ട് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയീസ് ഇങ്ങനെ ഇമ്പോർട്ട് ആവുന്നത് കാണാം. ഓക്കെ, ഇവിടെ എംപ്ലോയീസ് കംപ്ലീറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. 50 പേരാണ് ഇമ്പോർട്ട് അയക്കുന്നത് ഇവിടെ കാട്ടിയിട്ടുണ്ട്. ഇവിടെ റെക്കോർഡ്സിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ 50 പേരുണ്ടെന്നാണ്. നിങ്ങൾക്കിത് ക്രോസ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഫിസിക്കൽ ഡിവൈസുമായിട്ട് ഡിവൈസിൻ്റെ അകത്ത് 50 പേരാണുള്ളതെന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 2 സ്റ്റേജ് കഴിഞ്ഞു. ഒന്നാമത്തത് ഡിവൈസിനെ ആഡ് ചെയ്യുക എന്നുള്ള സ്റ്റേജായിരുന്നു. അത് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി ഓൺലൈനായിട്ടുണ്ട്. രണ്ടാമത്തത് ഇവിടെ പേഴ്സണെ ക്ലിക്ക് ചെയ്ത് പേഴ്സൺസിൽ എല്ലാവരെയും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് 2 ഓപ്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടൈം കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ടൈം ടേബിൾ കോൺഫിഗർ ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഇവിടെ ടൈം അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും ജനറലി വരിക ടൈം അറ്റൻഡൻസ്. ഓക്കെ, ബേസിക്കായിട്ട് ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു പോകാം. ഓക്കെ, ഈ അറ്റൻഡൻസ് സെറ്റിങ്സിൻ്റെ അത് നമുക്ക് ബേസിക് റൂൾസും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജനറലായിട്ടുള്ളത് അങ്ങനെ തന്നെ ഇരിക്കുക. ജനറൽ റൂളിനകത്ത് വീക്കെൻഡ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീക്കെൻഡ്, അതായത് ഓഫ് ഡേയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാറ്റർഡേ, സൺഡേ എന്നുള്ളത്. എൻ്റെ കണ്ടീഷനിൽ അത് സൺഡേ മാത്രമേ ഓഫുള്ളൂ. ദെൻ ഓട്ടോ കാൽക്കുലേറ്റ് അറ്റൻഡൻസ് സെറ്റ്, ഇത് ഡിഫോൾട്ടായിട്ട് വയ്ക്കുക. അതായത്
ഒരു ദിവസം അതായത് വെളുപ്പിന് 1 മണിക്ക് ഇത് അറ്റൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ഡിഫോൾട്ട് തന്നെ വയ്ക്കാം. ദെൻ ഓതൻറ്റിക്കേഷൻ മോഡ് അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്, കാർഡ് സ്വൈപ്പ് ചെയ്താണോ ഫിംഗർ പ്രിൻ്റ് ആണോ ഏതാണ് നിങ്ങളുടെ ഡിവൈസ് എന്നുള്ളത് അതും ഓൾ കൊടുത്തേക്കുക. സോ ഇൻ കേസ് 2-3 ഡിവൈസ് ഉണ്ടെങ്കിൽ ഓതൻറ്റിക്കേഷൻ മോഡ് എടുത്തോളൂ. താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണാം. കാൽക്കുലേഷൻ ആക്യുറസി എന്ന് പറഞ്ഞിട്ട് ലേറ്റ്, എയർലി, ആബ്സെൻറ്റ്, ലീവ് ഡ്യൂറേഷൻ, ഓവർ ടൈം ഡ്യൂറേഷൻ, അറ്റൻഡഡ് ഡ്യൂറേഷൻ, വർക്ക്ഡ്, ബ്രേക്ക്. ഇതിൻ്റെയൊക്കെ ഒരു മിനിമം യൂണിറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അതായത് 1 മിനിറ്റ് ആണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അതായത് റൗണ്ട് ഓഫ് കൺട്രോളിൻ്റെ ഇത് പറയുന്നതാണ്. ദെൻ മിനിറ്റിലാണ് മിനിറ്റിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ വരുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ്. ദെൻ ഓവർ ടൈമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ പല ടൈപ്പ് കളർ കാണാം. ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജിലാണ് വരുന്നത്. OT1, OT2, OT3. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 അവർ വർക്കുള്ള ഒരാൾക്ക് 1 മണിക്കൂറും കൂടെ എക്സ്ട്രാ പണി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിറംസാണ് റേറ്റ് കിട്ടുമെന്ന് ഇരിക്കുക. മണിക്കൂറിന് ഒരു 1.5 മണിക്കൂർ പണിയെടുത്ത ആൾ. 2 മണിക്കൂർ വരെ OT ആണെങ്കിൽ 2 ദിറംസേ കിട്ടുള്ളൂ. 2 മണിക്കൂറിന് ശേഷം ഒരു 4 മണിക്കൂർ വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ സ്ലാബ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അത് വേറെ റേറ്റ്, പിന്നെ അതിന് ശേഷം പണിയെടുത്താൽ വേറെ റേറ്റ്, അങ്ങനെയുള്ളൊരു രീതിയിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് വരുന്നത് ഡിഫോൾട്ടായിട്ട് ഇതിന് കൊടുക്കുക. ഇവിടെ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ടൈം ഡ്യൂറേഷനും കാര്യങ്ങളും. പിന്നെ കാൽക്കുലേഷൻ മോഡ് നോർമൽ മോഡിലിടുക. അത് അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്താണെന്ന് സെറ്റ് ചെയ്യാം, എങ്ങനെയാണ് എൻ്റെ വീക്കെൻഡ് റൂൾ വരുന്നതും കാര്യങ്ങളും എന്നുള്ളത്. ദെൻ അറ്റൻഡൻസ് ചെക്ക് പോയിൻ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിവൈസേ ഉള്ളൂ. ഇപ്പോൾ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലേക്ക് എൻ്റർ ആവാനൊരു ഡിവൈസ് ഉണ്ട്. ഓക്കെ, അതായത് എൻട്രി ഡോറ് കഴിഞ്ഞ് വന്ന് അപ്പോൾ തന്നെ അറ്റൻഡൻസ് പഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡോറ് കയറി വന്നു കഴിഞ്ഞാൽ അറ്റൻഡൻസ് പഞ്ച് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലൊരു ക്യാബിന് അങ്ങോട്ട് പോകുമ്പോൾ വേറെ ഡിവൈസ് ഉണ്ടെന്നിരിക്കും. അതൊക്കെ ഈ സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ താഴത്തെ ഡിവൈസ്, അതായത് ഓഫീസിൽ കയറി ഫസ്റ്റ് വരുന്ന ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള ഡിവൈസിൽ നിന്ന് അറ്റൻഡൻസ് എടുക്കേണ്ട കാര്യമുള്ളെങ്കിൽ നിങ്ങൾ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എല്ലാ ഡിവൈസുകളും ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒറ്റ ഡിവൈസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനാണ് ചെക്ക് പോയിൻ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലിപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസിൽ അതുണ്ടെങ്കിൽ സെറ്റ് പോയിൻറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ഹോളിഡേയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹോളിഡേ സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ അടുത്ത 2-3 ദിവസങ്ങളിൽ ഹോളിഡേ ഉണ്ട് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഹോളിഡേ എന്ന് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ടിൽ കിട്ടും. ദെൻ ലീവിലേക്ക് വരുമ്പോൾ പല ടൈപ്പ് ഓഫ് ലീവ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. ആ ലീവ് നമുക്ക് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഞാൻ പറയാം എവിടെയാണെന്നുള്ളത്. ദെൻ തേർഡ് പാർട്ടി ഡാറ്റാബേസ് ആണ്. അത് ഐക്വേഷൻ്റെ തന്നെ ഡാറ്റാബേസ് സെർവർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ അങ്ങനെ എന്തെങ്കിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ SQL സെർവറിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഡാറ്റേനെ. അതിനുള്ള ഓപ്ഷനുണ്ട്. അത്രയാണ് അറ്റൻഡൻസ് സെറ്റിങ്സിൽ വരുന്നത്. ദെൻ അറ്റൻഡൻസ് സ്ട്രാറ്റജിയിലേക്ക് വരാം. അറ്റൻഡൻസ് സ്ട്രാറ്റജിയിലാണ് നമ്മുടെ ടൈം ഡീറ്റെയിൽസ് എല്ലാം കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, അറ്റൻഡൻസ് സ്ട്രാറ്റജിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ടൈം ടേബിൾ എന്നൊരു ഓപ്ഷൻ വരും. ഓക്കെ, ടൈം ടേബിളിലാണ് നമ്മളൊരു ദിവസത്തെ എപ്പോൾ തൊട്ട് എപ്പോൾ വരെ നമ്മുടെ ഡ്യൂട്ടി ടൈം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഡ്യൂട്ടി ടൈം ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ടൊരു ടൈം ടേബിൾ ഇവിടെ വരും. നമുക്കത് പേര് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ പേര് ചേഞ്ച് ചെയ്യുന്നു. പേര് ടൈം ടേബിളിൽ നിന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈം ടേബിൾ ഉണ്ടെന്നിരിക്കും. ഉദാഹരണത്തിന് ഇത് എൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, ഇത് ജനറൽ ടൈം ടേബിൾ എന്ന് പറയും. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് രണ്ടാമതൊരു ടൈം ടേബിളും കൂടെ ഉണ്ടെന്നിരിക്കും, ആഡ് കൊടുത്തു. ഓക്കെ, ഇതിന് ഞാൻ വേറെ കളർ കൊടുക്കാം. ഓക്കെ, സേവ്. ഓക്കെ, ഇങ്ങനെ 2 കളർ കൊടുത്തു എന്നിരിക്കാം. ഞാൻ ഈ ടൈം ടേബിൾ ഇപ്പോൾ ഡെമോ ആയിട്ട് കൊടുത്താണ്. ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, ടൈം ടേബിൾ കൊടുത്തു. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തരാം എന്തിനാണ് ഈ കളർ കൊടുത്തതെന്നുള്ളത്. ടൈം ടേബിൾ ടൈപ്പ് ജനറലും ഫ്ലെക്സിബിളും ഉണ്ട്. ഓക്കെ, ജനറലും ഫ്ലെക്സിബിളും തമ്മിലുള്ള വ്യത്യാസം
ഓക്കെ, ജനറൽ ഫ്ലെക്സിബിളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. നമുക്ക് 2 ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, ആദ്യത്തത് ജനറൽ ടൈം ടേബിൾ. ജനറൽ ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടാകും. നമുക്ക് രാവിലെ 9 മുതൽ 9 AM മുതൽ വൈകിട്ട് 5 PM വരെ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാവും, ഷെഡ്യൂൾ ഉണ്ടാവും. രാവിലെ 9 മണിക്ക് അവൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് 5 മണിക്ക് ഡ്യൂട്ടി തീരുന്ന കണ്ടീഷനാണ് ജനറൽ ടൈം ടേബിൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫ്ലെക്സിബിൾ ടൈം ടേബിൾ എന്ന് പറഞ്ഞു ഫ്ലെക്സിബിൾ ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂളില്ല, എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നുള്ള ടൈം ഷെഡ്യൂളില്ല. പകരം ആ ദിവസം 10 മണിക്കൂർ ഡ്യൂട്ടി, അല്ലെങ്കിൽ 9 മണിക്കൂർ കസ്റ്റമർ റിക്വയർമെൻറ്റ്, 9 മണിക്കൂർ ഡ്യൂട്ടി. ഇങ്ങനൊരു കൺസ്ട്രെയിനാണ് നമ്മൾ ഫ്ലെക്സിബിൾ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിന് വരുന്ന ആൾ രാവിലെ ഏകദേശം 9 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അയാളുടെ 9 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് 5 മണിക്ക് ഡ്യൂട്ടി തീരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടൈമില്ല. രാവിലെ 6 മണിക്ക് വന്ന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 6 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 to 6 12, പിന്നെ ഒരു 4, അപ്പോൾ 4 മണി വരെ 4 PM വരെ അവൻ ഡ്യൂട്ടി ചെയ്താൽ മതി. അപ്പോൾ തന്നെ 10 മണിക്കൂറായി. ഞാൻ ഈ 10 മണിക്കൂർ ഷെഡ്യൂളാണ് എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അടുത്ത ആൾ 8 മണിക്ക് വന്ന് കഴിഞ്ഞാൽ 6 മണി വരെ 6 PM വരെ. അടുത്ത ആൾ വരുന്നത് 10 മണിക്കാണ്, 10 AM വന്ന്. ഓക്കെ, ആരുടെ ഡ്യൂട്ടി തീരുന്നത് 8 PM വരെ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് വർക്ക് ചെയ്യാം. ടോട്ടൽ ആ നമ്മൾ കോൺഫിഗർ ചെയ്ത ടൈം പീരീഡിൽ 10 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തത്. അതാണ് ഫ്ലെക്സിബിൾ ടൈം ടേബിൾ. ഈ പറഞ്ഞ 9 മുതൽ 5 വരെ അല്ലെങ്കിൽ 10 മുതൽ 6 വരെ അത് ജനറൽ ടൈം ടേബിളിൽ വരും, ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത്. 8 മുതൽ 4 വരെ എന്നൊക്കെ പറയുന്നത് ജനറൽ ടൈം ടേബിളാണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിയുക ആദ്യം തന്നെ, അവരുടെ ടൈം ടേബിൾ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ് ഞാൻ ഉദാഹരണം പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞല്ലേ, ഞാൻ വെയിറ്റ് ചെയ്യാം. സെയിൽസ്, ഓക്കെ, ഔട്ട്ഡോർ ടീം. ഓക്കെ, ഇങ്ങനെ അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ്, ഞാൻ ഓഫീസ് സ്റ്റാഫ് എന്ന് കൊടുക്കാം. ഓഫീസ് സ്റ്റാഫുണ്ട്, ഔട്ട്ഡോർ സ്റ്റാഫുണ്ടെന്ന് വിചാരിക്കുക. ഓഫീസ് സ്റ്റാഫിന് നോർമലി എല്ലാ ദിവസവും വരുന്ന കാര്യം തന്നെ 9 AM വന്നിട്ട് അവർക്ക് 6 മണിയാകുമ്പോൾ പോകാമെന്ന് വിചാരിക്കുക, 6 PM പോകാം. ഔട്ട്ഡോർ സ്റ്റാഫിന് അങ്ങനെയല്ല, അവന് ചിലപ്പോൾ ഔട്ട്ഡോർ ടെക്നിക്കൽ ടീമായിരിക്കും. ഓക്കെ, ടെക്നിക്കൽ ടീമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ അവർക്ക് 8 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. ഓക്കെ, സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് 8 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ഡ്യൂട്ടി തുടങ്ങുക. അപ്പോൾ അവർക്ക് ഒരു 10 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷൻ. ഇന്നിപ്പോൾ 8 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അവന് 10 മണിയാകുമ്പോൾ സൈറ്റിൽ പോയാൽ മതിയായിരിക്കും. ഓക്കെ, 10 മണിക്കൂർ, അങ്ങനെയാണെങ്കിൽ 10 മണിക്കൂർ അവിടുത്തെ ഡ്യൂട്ടി. ഇതാണ് ഫ്ലെക്സിബിളും ജനറലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്, ഒരു റിയൽ ലൈഫ് സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ജനറൽ ടൈം ടേബിളിൽ പറഞ്ഞു പോകാം. ജനറൽ ടൈം ടേബിൾ കുറച്ചധികം പറയാനുണ്ട്. സോ ജനറൽ ടൈം ടേബിളിൽ പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ജനറൽ ടൈം ടേബിൾ, ഫ്ലെക്സിബിൾ ടൈം ടേബിൾ. ജനറൽ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ടൈമുണ്ട്, രാവിലെ ഇന്ന ടൈം തൊട്ട് വൈകിട്ട് ഇന്ന ടൈം വരെ എന്നുള്ളത്. ഓക്കെ, ഇനി കാൽക്കുലേറ്റഡ് ബൈ എന്നുള്ള ഓപ്ഷൻ, ഇവിടെ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഉണ്ട്, ഈച്ച് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഉണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ടൊക്കെ വരുന്നത്, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ അവൻ്റെ ആദ്യത്തെ പഞ്ച് മുതൽ ആ ദിവസത്തെ അവൻ്റെ ലാസ്റ്റ് പഞ്ച് വരെയുള്ള ടൈം എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരാൾ 9 AM വന്ന്. ഓക്കെ, 9 AM വന്ന് അവൻ ഉച്ചയ്ക്ക് 12 PM ആയപ്പോൾ ബ്രേക്കിന് പോയി.
ഓക്കെ 9 AM ഡ്യൂട്ടിക്ക് വന്ന്. ഓക്കെ, അവൻ 12 PM ഡ്യൂട്ടി ബ്രേക്കിന് പോയി, ലഞ്ച് ബ്രേക്കിന് പോയി. ഓക്കെ, അടുത്തത് അവൻ 1 മണിയായപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവൻ 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. ഇതാണ് അവൻ്റെ ഈച്ച്. ഓക്കെ, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കും. അതായത് 9 AM പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 6 PM, അതാണ് അവൻ്റെ ഡ്യൂട്ടി ടൈമായിട്ട് കിട്ടുന്നത്. ഏകദേശം 6 3 9 മണിക്കൂർ, 9 മണിക്കൂറത്തെ ഡ്യൂട്ടിയിൽ നിന്ന് കിട്ടും. ഇനി ഇത് ഓക്കെ, ഇത് ഈ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ഇനി ഈച്ച് ചെക്ക് ഇൻ ചെക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈ 9 മുതൽ 12 വരെയുള്ള അത് ആദ്യത്തെ ടൈം, ഏകദേശം 3 മണിക്കൂർ, 3 hours. ഓക്കെ, ഇത് ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ കാണിക്കും. ഓക്കെ, അടുത്തത് 1 മണി മുതൽ 6 മണി വരെ, ഏകദേശം 5 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ അവന് 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് 9 മണിക്കൂറും ഇവിടെ വരുമ്പോൾ 3 + 5 8 മണിക്കൂറും ഡ്യൂട്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നൊരു കണ്ടീഷൻ വരും ഈച്ച് ചെക്ക് ഇൻ ചെക്കൗട്ടിൽ. ഓക്കെ, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ടും ഉണ്ട്, ഈച്ച് ചെക്ക് ഇൻ ചെക്കൗട്ട്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആദ്യത്തെ 5 മുതൽ ആ ദിവസത്തെ അവസാനത്തെ 5 വരെ. ഈച്ച് ചെക്ക് ഇൻ ചെക്കൗട്ട് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ ആദ്യത്തെ 5 പിന്നെ അടുത്ത് വരുന്ന തൊട്ടടുത്ത 5 തമ്മിലുള്ള ക്ലോക്ക് സൈക്കിൾ, ആ സമയം. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന 5, അതായത് മൂന്നാമത്തെ 5, ആദ്യത്തെ 5 രണ്ടാമത്തെ 5 ചെക്ക് ഇൻ ചെക്കൗട്ടായി. പിന്നെ മൂന്നാമത്തെ 5 വരുന്നുണ്ടെങ്കിൽ അത് അടുത്ത ചെക്കിനായി. പിന്നെ 4ാമത്തെ 5 ചെക്കൗട്ടായി. ഇതെവിടെയാണ് കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ടൈം പ്രോപ്പർ ഉണ്ടെങ്കിൽ ബ്രേക്ക് ടൈം സെറ്റ് ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കാം. ഇനി എനേബിൾ T&A സ്റ്റാറ്റസ്. ഈ T&A സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈസ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പഞ്ച് ചെയ്യുന്ന ഡിവൈസ് ഫിംഗർ അല്ലെങ്കിൽ ഫേസ് ഉള്ള ഡിവൈസൊക്കെയാണ്. ഫേസ് ഉള്ള ഡിവൈസ് ഉദാഹരണം എടുക്കാം, മെയിൻലി അതാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ വെക്കുന്ന ഡിവൈസ് ആൾക്കാർ കൂടുതൽ പാസ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൻ്റെ ഒരു ഏകദേശം ഫിഗർ ഇതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഞ്ച് എടുക്കും നമ്മൾ നോർമലി ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ആ ഡിവൈസിൻ്റെ അകത്ത് തന്നെ T&A സ്റ്റാറ്റസ് എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അറ്റൻഡൻസ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ T&A സ്റ്റാറ്റസ് എനേബിൾ ചെയ്യാനുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇൻ, ചെക്ക് ഔട്ട്, ബ്രേക്ക് ഇൻ, ബ്രേക്ക് ഔട്ട്, ഓവർ ടൈം സ്റ്റാർട്ട്, ഓവർ ടൈം എൻഡ്, ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ അതിൻ്റെ അകത്തുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വന്നിട്ട് ഫേസ് അല്ലെങ്കിൽ ഫിംഗർ കാണിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് എടുക്കില്ല. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഏത് മോഡാണ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ചെക്കിനാണ്. ഓക്കെ, വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ അതേപോലെ തന്നെ ഫേസ് അല്ലെങ്കിൽ ഫിംഗർ വെച്ചതിന് ശേഷം ചെക്കൗട്ടാണ്, അങ്ങനെ വെച്ച് കാണിക്കുക. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേസ് ഉള്ള ഡിവൈസ് ആണെങ്കിൽ നമ്മൾ രാവിലെ വന്ന് ചെക്കിൻ ഇതേപോലെ ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ചെക്കിനായിട്ട് എടുക്കും. വെൽക്കം എന്ന് പറഞ്ഞ് കയറുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ആവശ്യത്തിന് അതിൻ്റെ ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ഇതായിട്ട് എടുക്കും, ഏത് ചെക്കിനായിട്ട് എടുക്കും അതപ്പോൾ ആദ്യത്തെ ചെക്കിൻ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചെക്കൗട്ട് ആയിപ്പോൾ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമ്പോൾ മിസ്കൺഫ്യൂഷൻസ് കൂടുതൽ അല്ലെങ്കിൽ കുറേ ഡാറ്റകൾ കൂടുതൽ വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ T&A സ്റ്റാറ്റസ് ഫേസ് ഉള്ള ഡിവൈസുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിരിക്കുന്നത്. അല്ലാത്ത ഡിവൈസുകൾ ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനേബിൾ T&A സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഫീച്ചർ, അതായത് ഈ ഫീച്ചർ ഡിവൈസിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും അത് ആഡ് ചെയ്യുക. സോ ഡിവൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് പ്രോപ്പറായിട്ടുള്ള റീഡിങ്സ് നമുക്ക് തരും. ദെൻ കാൽക്കുലേറ്റ് ബ്രേക്ക് ടൈം ഇൻ ടു അറ്റൻഡൻസ്, ഈ താഴെ കാണുന്ന ഓപ്ഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇവിടെ മേളിൽ നോക്കി കഴിഞ്ഞാൽ ബ്രേക്ക് ടൈം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ബ്രേക്ക് ടൈം നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിൽ കുറച്ച് കാണിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ബ്രേക്ക് ടൈം ഇൻ ടു അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് 9 മണിക്കൂർ ഉണ്ടെങ്കിൽ 8 മണിക്കൂർ പ്ലസ് 1 മണിക്കൂർ ബ്രേക്ക് ടൈം ഉണ്ടെങ്കിൽ 8 മണിക്കൂർ ഡ്യൂട്ടി, 1 മണിക്കൂർ ബ്രേക്ക് ടൈം, അങ്ങനെ മൊത്തം 9 മണിക്കൂർ. അത് കിട്ടുന്ന രീതിയിലാണ് അത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഓക്കെ, ഇനി കൗണ്ട് എയർലി ചെക്കിനസ് ഓവർ ടൈം. ചില കണ്ടീഷനുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യിക്കാമെന്ന് വിചാരിക്കാം. ആ വർക്ക്ഷോപ്പിൽ ചിലപ്പോൾ ഓഫീസിലിരിക്കുന്നവർ വരുന്നത് 9 മണിക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നവരൊക്കെ വരുന്നത് അതിന് മുന്നേ വരും. അപ്പോൾ അവർക്ക് ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8 മണി 9 മണി ആയിരിക്കും. അതിന് മുന്നേ വന്ന് പണി തീർക്കാനൊക്കെ മുതലാളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഡ്യൂട്ടിയാണ് എംപ്ലോയീസ്. അപ്പോൾ അവർക്ക് ഓവർ ടൈം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് കൗണ്ട് എയർലി ചെക്കിനസ് ഓവർ ടൈം എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്തത് കൗണ്ട് എയർലി ചെക്കിനസ് അറ്റൻഡൻസ് ടൈം. ഇത് നമ്മൾ എനേബിൾ ചെയ്തിടുക. കാരണം നമ്മൾ നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റൻഡൻസിലേക്ക് കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനായിട്ടാണ് ഇടുന്നത്. ഓക്കെ,
ഇനി താഴെ നമുക്കൊന്ന് ചെയ്യാം സ്റ്റാർട്ട് വർക്ക് ടൈം, എൻഡ് വർക്ക് ടൈം, വാലിഡ് ചെക്ക് ഇൻ ടൈം, വാലിഡ് ചെക്ക് ഔട്ട് ടൈം. ഇതെന്താണെന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സ്റ്റാർട്ട് വർക്ക് ടൈം. എൻ്റെ ഡ്യൂട്ടി ഞാനിവിടെ എൻ്റെ ഡ്യൂട്ടി ടൈം കൊടുക്കുകയാണ് 9 AM മുതൽ 6 PM വരെ. എൻ്റെ ഡ്യൂട്ടി ടൈം ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി സ്റ്റാർട്ട് വർക്ക് ടൈം. സ്റ്റാർട്ട് വർക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ടൈമാണ് 9 AM, അതാണ് സ്റ്റാർട്ട് വർക്ക് ടൈം. ഓക്കെ, എൻ്റെ വർക്ക് ടൈം എന്ന് പറഞ്ഞാൽ 6 PM, എൻ്റെ ഡ്യൂട്ടി അവസാനിക്കുന്ന സമയമാണിത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട്. എന്താ വാലിഡ് ചെക്ക് ഇൻ ടൈം, വാലിഡ് ചെക്ക് ഔട്ട് ടൈം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 20 എംപ്ലോയീസ് ഒരു കമ്പനിയിലുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഈ പറഞ്ഞ 9 മണിക്കൊന്നും പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ചിലവർ ഒന്ന് പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ക്യൂ നിന്നാൽ പോലും ലാസ്റ്റ് വരുന്നവർക്ക് ചിലപ്പോൾ 9:01 9:02 പഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ടൈം ഇൻ്റർവെൽ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഏകദേശം 8:30 AM മുതൽ 9:30 AM വരെ ഇങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്യും. ഈ ടൈമിൽ വന്ന് നിങ്ങൾക്ക് പഞ്ച് ചെയ്യാം. ഓക്കെ, പക്ഷേ 9 മണിക്കാണ് നിങ്ങളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ ടൈമിൽ വന്ന് പഞ്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ 6 മണിക്ക് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്യും 5:30 മുതൽ 6:30 വരെ. ഇങ്ങനെ നമ്മൾ ഡ്യൂട്ടി ടൈം അല്ല, ചെക്ക് ഔട്ട് ടൈം ഒരു പീരീഡ് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിംഗർ പ്രിൻറ്റുകൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഒതൻറ്റിഫിക്കേഷൻ, ഓക്കെ, ഫേസ് ആവാം, ഫിംഗർ പ്രിൻ്റ് ആവാം, എന്താണോ ഒതൻറ്റിഫിക്കേഷൻ അത് പ്രോപ്പറായിട്ട് അറ്റൻഡൻസിലേക്ക് വരും. അപ്പോൾ പ്രോബബിളി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേറെ ഓവർ ടൈമിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 9 മണിയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 6 മണി AM തൊട്ട് നമ്മുടെ പഞ്ച് ഡേറ്റ കളക്ട് ചെയ്ത് തുടങ്ങാനുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യും. ഓക്കെ, 6 മണി മുതൽ 9 മണിയാണെങ്കിൽ നമ്മളൊരു 12 മണി വരെയുള്ള ഡാറ്റ ഇടും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറ്റൻഡൻസിലേക്ക് വരുമ്പോൾ, അതായത് 9:30 വരെ സെറ്റ് ചെയ്ത് തുടങ്ങി ഒരാൾ 9:45 വന്നെങ്കിൽ അയാളുടെ ചെക്ക് ഇൻ ടൈം അവിടെ അറ്റൻഡൻസ് റിപ്പോർട്ടിൽ കാണിക്കില്ല. ഡിവൈസിലുണ്ടാവും, പക്ഷേ അറ്റൻഡൻസ് റിപ്പോർട്ട് നമ്മൾ എടുക്കുമ്പോൾ, മന്ത്ലി റിപ്പോർട്ട് എടുക്കുമ്പോൾ അതിനുള്ളിൽ കാണിക്കില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി വൈഡ് റേഞ്ച് നമ്മളങ്ങ് കൊടുക്കും, ഒരു റേഞ്ച് അങ്ങ് കൂട്ടിയും കൊടുക്കും. അപ്പോൾ ആ റേഞ്ചിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഞ്ചുകൾ കിട്ടും. ആരുടെ മിസ്സാവാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇവിടെ 6 മണിയാണെങ്കിൽ നമ്മൾ ഏകദേശം 1 മണി തൊട്ട് 1 PM തൊട്ട് ഏകദേശം 11:59 PM വരെ അങ്ങ് കയറ്റിയിടും. അതായത് പിറ്റേ ദിവസം അന്ന് രാത്രി വരെ ഉള്ളത് കയറ്റി ഇങ്ങോട്ട്. അപ്പോൾ ഒരാളുടെയും പഞ്ച് ഡേറ്റ മിസ്സാവത്തില്ല അങ്ങനെ വരുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് അതാണ് ഈ വാലിഡ് ചെക്ക് ഇൻ ടൈമും വാലിഡ് ചെക്ക് ഔട്ട് ടൈമും. ഓക്കെ, ഇനി കാൽക്കുലേറ്റഡ് അസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 9 മണി മുതൽ 6 മണി വരെ ഏകദേശം 9 മണിക്ക് അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എടുക്കും. ഞാനിവിടെ ടൈം ഒന്ന് മാറ്റി ഓക്കെ, ഇപ്പോൾ ഇത് എറർ വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാൻ തോന്നുന്നു. 9 മണി മുതൽ 7 മണി വരെ ഏകദേശം 10 മണിക്കൂർ ഡ്യൂട്ടി. 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 × 10 600 മിനിറ്റ് കാൽക്കുലേറ്റഡ് കാട്ടി. ഓക്കെ, ഇനി ഇവിടെ എറർ വരാനുള്ള കാരണം എൻ്റെ ചെക്ക് ഔട്ട് ടൈം, അതായത് എൻ്റെ ഡ്യൂട്ടി കഴിയുന്ന സമയം 7 മണിക്കാണ്. ഓക്കെ, ഞാൻ ചെക്ക് ഔട്ടിൻ്റെ വാലിഡ് ടൈം ഇട്ടിരിക്കുന്നത് 6:30 വരെയുള്ളൂ. അതായത് എൻ്റെ ഡ്യൂട്ടി കഴിയുന്നതിന് മുന്നേ എൻ്റെ ചെക്ക് ഔട്ട് ടൈം തീർന്നു. അതാണ് ആ എറർ വന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ സാധനം ഒന്ന് കയറ്റി കൊടുക്കുകയാണെങ്കിൽ 18 എന്നുള്ള 19 കൊടുത്തു കഴിഞ്ഞാൽ ആ എറർ പോകും. പക്ഷേ രണ്ടാമത് അടുത്തൊരു എറർ വന്നു. അത് ഇവിടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി കഴിയുന്നത് 7 മണിക്ക്, അതായത് 19 24 മണിക്കൂറിൻ്റെ ക്ലോക്കിൽ പറഞ്ഞ 19-ന്. സോ എൻ്റെ ഓവർ ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടി കഴിയുന്നതിന് 1 മണിക്കൂർ മുന്നേ ഓവർ ടൈം സ്റ്റാർട്ട് ചെയ്യില്ല. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെയും 19 ആയി കൊടുക്കും. അപ്പോൾ എററൊക്കെ പോകും. കറക്റ്റായിട്ട് എറർ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് അസ് എന്ന് പറഞ്ഞാൽ അതാണ് ഡ്യൂട്ടി ടൈം എത്രയാണോ അത് മിനിറ്റിൽ കാണിക്കുന്നത്. ഇനി ലേറ്റ് അലോവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം. ഓക്കെ, 9 മണി മുതൽ 9 AM to 6 PM സെയിം ഡ്യൂട്ടി ടൈമാണ് എടുത്തത്. ഓക്കെ, ഈ 9 മണി എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു ഞാൻ റേഞ്ച് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏകദേശം 6 AM to
12 PM ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ റേഞ്ചാണ്, എൻ്റെ അറ്റൻഡൻസ് ഡേറ്റ കിട്ടാനുള്ള റേഞ്ചാണ്. ഇതിൻ്റെ അർത്ഥം 12 മണിക്ക് വന്നാലും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു അറ്റൻഡൻസ് കിട്ടും എന്നല്ല. അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പ്രസൻ്റ് ആവും എന്നുള്ളതല്ല. ഓക്കെ, അത് ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ കിട്ടാനുള്ള, അതായത് നമ്മുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ടൈം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡ് ഇട്ടേക്കുന്ന, അല്ലാണ്ട് ഈ 12 മണിക്ക് വന്നാലും നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തും പ്രസൻറ്റ് കിട്ടും എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇനി 9 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കും. ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് വന്നാലും പ്രശ്നമുള്ളത്. അതായത് 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എവിടെ വരും, 9:10 AM. ഇവിടെ വരാൻ നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുക്കും. ലേറ്റായിട്ട് വന്നാലും പ്രശ്നമില്ല. അതിനർത്ഥം 9:09 വന്ന് പഞ്ച് ചെയ്താലും അവൻ പ്രസൻ്റായിട്ട് കാണിക്കും, റിപ്പോർട്ടിൽ പ്രസൻ്റായിട്ട് കാണിക്കും. ഓക്കെ, അതാണ് ലേറ്റ് അലൗവബിൾ. 10 മിനിറ്റ്, ഞാൻ 20 മിനിറ്റ് ലേറ്റ് അലൗവബിൾ കൊടുത്ത് കഴിഞ്ഞാൽ 9:20 വരെ, 9:20 വരെ, അതായത് 9:19 വന്ന് പഞ്ച് ചെയ്താലും അവൻ പ്രസൻ്റ് ആയിരിക്കും, റിപ്പോർട്ടിൽ പ്രസൻ്റായിട്ട് കാണിക്കും. അതൊരു കൺസിഡറേഷൻ കൊടുക്കുന്നതാണ് ഇൻ കേസ് എന്തെങ്കിലും ഇത് വന്നു. അത് തന്നെയാണ് എൻട്രി ലീവ് അലൗവബിൾ എന്ന് പറഞ്ഞാൽ. 10 മിനിറ്റ് കൊടുത്തിട്ടില്ലേ, അത് വരച്ചടിച്ച് തരാം. ഓക്കെ, നമ്മൾ ഓക്കെ, നമ്മൾ 6 മണിക്കാണ് ഡ്യൂട്ടി തീരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് 1 മണി മുതൽ 11 മണി. ഓക്കെ, 11 PM വരെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഇപ്പോൾ 6 മണി എന്നുള്ളത് നമ്മളൊരു 10 മിനിറ്റ് മുന്നേ പോയാലും പ്രശ്നമല്ല. അതായത് 5:50 PM അവൻ ഡ്യൂട്ടി നിർത്തി പോയാലും പ്രശ്നമല്ല, അവൻ പ്രസൻ്റ് എന്നുള്ള കണ്ടീഷനിൽ കാണിക്കും, പ്രോപ്പറായിട്ട് ചെക്ക് ഇൻ ഉണ്ടെങ്കിൽ. ഓക്കെ, 5:49 പോയി കഴിഞ്ഞാൽ വിചാരിക്കുക. ഓക്കെ, 5:49 അവൻ പോകുന്നത്, 5:49 PM അവൻ പോകുന്നതെങ്കിൽ ആബ്സെൻറ്റ് മാർക്കാവും. നമ്മൾ 10 മിനിറ്റ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളൂ. 6 മണിയാവാൻ 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ 5:50 മുതൽ 5:51, 52 പോയി കഴിഞ്ഞാലും ആ പ്രസൻറ്റ് കാണിക്കും. ഓക്കെ, ആ 10 മിനിറ്റത്തെ കൺസിഡറേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഇനി വരുന്നത് ഓവർ ടൈം സ്റ്റാർട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർക്ക് തീരുന്ന എപ്പോഴാണോ അത് അവിടെ നിന്നിട്ട് നമ്മുടെ ഓവർ ടൈം സ്റ്റാർട്ടാവും. ഇനി നമ്മൾ ഈ കൊടുത്ത സാധനം നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. അത് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്ക്, ഇവിടെ 9 മണി തൊട്ട്. ഓക്കെ, എൻ്റെ വർക്ക് തീരുന്നത് 7 മണിക്ക്, ഇവിടെ 19, 7 മണി. ഓക്കെ, ഇനി ഈ മഞ്ഞ കളറിൽ കാണിക്കുന്നതാണ് വാലിഡ് ചെക്ക് ഇൻ ഓർ ചെക്കൗട്ട്. അതായത് 8:30 മുതൽ ഇവിടെ 8:30 മുതൽ 9:30 വരെ. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 8 മണി മുതൽ 10 മണി വരെ എൻ്റെ ചെക്ക് ഫിംഗർ പ്രിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ്റെ ഇത് എടുത്തോളാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും, എന്താണെന്നുള്ളത് ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ഷെയ്ഡഡ് കളറിൽ കാണിക്കുന്നതാണ് എൻട്രി അലൗവബിൾ. ഞാൻ ഇവിടെ ഒരു 60 മിനിറ്റും കൊടുക്കുക, അതായത് 1 മണിക്കൂർ. ഇവിടെ 60 മിനിറ്റ്, 1 മണിക്കൂർ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 9 മണി മുതൽ 10 മണി വരെ വന്നാലും പ്രസൻറ്റ് കാണിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ 7 മണിക്ക് ഡ്യൂട്ടി തീരുന്നത് 6 മണി മുതൽ 7 മണി വരെ ആ ടൈമിൽ പോയാലും എനിക്ക് പ്രസൻ്റ് ആയിരിക്കും ആ കണ്ടീഷൻ. ഇനി ചെക്ക് ഇൻ ലേറ്റ് ഫോർ, ഓക്കെ, 60 മിനിറ്റ്. ഇനി ഞാനിവിടെ ഇത് തിരിച്ചിടുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 10 മിനിറ്റ് ഇട്ടു, 10 മിനിറ്റ് ഇട്ടു. ഓക്കെ, ഇനി ഈ ചെക്ക് ഇൻ ലേറ്റ് ഫോർ 60 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് വാച്ചോട്ടെ. ഓക്കെ, നേരത്തെ പറഞ്ഞു 9:10 വരെ ഞാൻ പഞ്ച് ചെയ്തു, അതായത് 9:09 വന്നാൽ പഞ്ച് ചെയ്താൽ ഞാൻ പ്രസൻറ്റ് കാണിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഒരാൾ 9:50 വന്നേക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ അവിടെ ഒരു 60 മിനിറ്റ് കൊടുത്താണ്, ശ്രദ്ധിക്കണേ. 60 മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. 9:50 വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു 60 മിനിറ്റ് കൊടുത്തിട്ടില്ലേ. അതായത് ഈ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടി 60 മിനിറ്റ് കൂട്ടുക, അപ്പോൾ 10 മണി വരെ. ഓക്കെ, 10 മണി വരെ അയാൾക്ക് ലേറ്റ് കൺസിഡറേഷൻ ഉണ്ട്. ഓക്കെ, ഈ ടൈമിൽ, അതായത് 10 മണിക്ക് മുന്നേ ഇത് കഴിഞ്ഞു, 9:10 എന്നുള്ള സമയം കഴിഞ്ഞു. 9:10 വരെ അവൻ പ്രസൻ്റ് ആണ്. 9:10 ശേഷം വരുന്നതായിരിക്കും. 9:11 വന്നു കഴിഞ്ഞാൽ അവൻ ലേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഈ ലേറ്റിന് ഒരു പരിധിയുണ്ട്, എത്ര മിനിറ്റ് വരെ നമുക്ക് ലേറ്റ് കൊടുക്കാമെന്നുള്ളത്. ഓക്കെ, അതായത് ഈ ആൾ വന്ന് ഒരു 20 മിനിറ്റ് അവന് ലേറ്റ് ആയാലും ലേറ്റ് എന്ന് പറഞ്ഞ് കാട്ടിക്കോട്ടെ എന്നുള്ള കണ്ടീഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 60 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ, 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മണി, ഞാൻ 10:01 വന്നു എന്ന് വിചാരിക്കാം.
എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. ഞാൻ 1 മണിക്കൂറും 1 മിനിറ്റും കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ എനിക്ക് ആബ്സെൻ്റ് ഇട്ടാൽ മതി. ആ എംപ്ലോയി ആബ്സെൻ്റ് ആയാൽ മതി. അവൻ അത്രയും നേരം ലേറ്റ് ആയിട്ടുണ്ട്, അവൻ അത്രയും കൺസിഡറേഷൻ നമ്മൾ കൊടുത്തു. 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നാലും പ്രസൻറ്റ് എന്നുള്ള കണ്ടീഷൻ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1 മണിക്കൂറും കൂടെ പിന്നെയും കൊടുത്തു, 60 മിനിറ്റും കൂടെ പിന്നെയും കൊടുത്തു. ഓക്കെ, 60 മിനിറ്റോടെ പിന്നെയും കൊടുത്തിട്ട് ആ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ ആബ്സെൻ്റ് ആയിക്കോട്ടെ, ആ കണ്ടീഷനാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ആ 60 മിനിറ്റത്തെ കൺസിഡറേഷൻ. ഓക്കെ, അതായത് നേരത്തെ നമ്മളൊരു 10 മിനിറ്റ് നേരത്തെ പോയാലും വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അതിനും മുന്നേ പോകാൻ നിന്നവർക്കൊക്കെ ലേറ്റ്, അതായത് ഒരു 1 മണിക്കൂർ മുന്നേ ഒക്കെ പോകുന്നവർക്ക് ആബ്സെൻറ്റ് മാർക്ക് ചെയ്തോ എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. എയർലി ലീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ എയർലി ലീവ് കൊടുത്തിട്ടുണ്ട് 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് മുന്നേ പോയാലും വലിയ പ്രശ്നമില്ല എന്നുള്ള കണ്ടീഷനിൽ 60 മിനിറ്റ് 1 മണിക്കൂർ മുന്നേ, അതായത് നമ്മുടെ ഡ്യൂട്ടി തീരുന്നത് 7 മണിക്കാണ്, 6 മണിക്കൊക്കെ മുന്നേ 5 മണിക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് നിർത്തി പോകുന്നവർക്കൊക്കെ ആബ്സെൻറ്റ് മാർക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഈ 60 മിനിറ്റ് വരുന്നത്. ഇനി നോ ചെക്ക് ഇൻ മാർക്ക് അസ് ആബ്സെൻറ്റ്, അതായത് ചെക്ക് ഇൻ ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ചെക്ക് ഇൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി പ്രോപ്പർ ചെക്കൗട്ട് ഇല്ലെങ്കിലും ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതാണ് ഇതിൽ വരുന്നത്, ഏത് നമ്മുടെ ജനറൽ ടൈം ടേബിളിൽ വരുന്നത്. ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ടൈം ടേബിളിലേക്ക് പോകും. ഫ്ലെക്സിബിൾ ടൈം ടേബിളിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമാണ്, ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഭയങ്കര രസമായിട്ട് നമുക്ക് തീർന്നു. കണ്ടോ, പെട്ടെന്ന് തീർന്നു, ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഫ്ലെക്സിബിൾ ടൈം ടേബിളിലും ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ടും ഈച്ച് ചെക്ക് ഇൻ ചെക്ക് ഔട്ടും ഉണ്ട്. ഇത് നമ്മൾ ബ്രേക്ക് ടൈം സെറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ബ്രേക്ക് ടൈം സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ടും ഈച്ച് ചെക്ക് ഇൻ ചെക്ക് ഔട്ട്. ഓക്കെ, ദെൻ എനേബിൾ ടി ആൻഡ് സ്റ്റാറ്റസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ടി ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനേബിൾ ചെയ്ത് എവിടെയാണ് ഇടുന്നത്, അത് നമ്മുടെ ഡിവൈസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനുവൽ മോഡിലാണ് അറ്റൻഡൻസ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ചെക്കിനാണോ ചെക്കൗട്ടാണോ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനെ എനേബിൾ ടി ആൻഡ് സ്റ്റാറ്റസ് ഇടണം, അത് ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് എടുക്കുന്നതാണ്. ഇനി കാൽക്കുലേറ്റ് ബ്രേക്ക് ടൈം ഇൻറ്റു അറ്റൻഡൻസ്, അതായത് നമ്മൾ ബ്രേക്ക് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡൻസിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ ഫ്ലെക്സിബിളിൽ നമുക്ക് ബ്രേക്ക് ടൈം കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തില്ല. ഓക്കെ, അത് ജനറൽ ടൈം ടേബിളിലേ വരത്തുള്ളൂ. ഞാൻ കാണിച്ചുതരാം. ജനറൽ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബ്രേക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫ്ലെക്സിബിളിൽ നിങ്ങൾക്ക് ബ്രേക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എന്തിനാണ് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബേസിക് ടെംപ്ലേറ്റ് തന്നേക്കുന്നതാണ്. ഓക്കെ, ദെൻ വർക്കിംഗ് അവേഴ്സ്, അത് നമുക്കിവിടെ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു 10 മണിക്കൂർ 600 മിനിറ്റ് പണിയെടുത്താൽ മതി, അല്ലെങ്കിൽ 9 മണിക്കൂർ 540 മിനിറ്റ് പണിയെടുത്താൽ മതി, എപ്പോൾ വന്നാലും പ്രശ്നമില്ല. അതാണ് ഈ കണ്ടീഷൻ. ഇനി സ്റ്റാർട്ട് ഓഫ് ടൈം ടേബിൾ, ഇതെന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഓഫ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് സൈക്കിൾ വരുന്ന എവിടെ നിന്ന് 12 മുതൽ 12 ഇങ്ങനെ വരും. ഓക്കെ, അപ്പം നമ്മൾ വെളുപ്പിന് 12 മുതലാണ് ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 21/12/2025. ഓക്കെ, 12 AM ഇവിടെ നിന്ന് എൻ്റെ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ദിവസത്തെ ഡ്യൂട്ടി തീരുന്നതെന്ന് പറഞ്ഞാൽ പല ഷിഫ്റ്റുകളുണ്ടെങ്കിൽ ആ എല്ലാ ഷിഫ്റ്റുകളും തീരുന്നത്, എൻ്റെ ഡ്യൂട്ടി ടൈം തീരുന്നതെന്ന് പറഞ്ഞാൽ 21 തീരും. സോറി, 21/12/2025 11:59 PM. ഓക്കെ, ആ ദിവസം രാത്രി വരെ ഉള്ളൂ. ഇതാണ് ആ ക്ലോക്ക് സൈക്കിൾ പറഞ്ഞത്. അതായത് 00 24 ഹവറിൽ പറയുമ്പോൾ 00 വരും. നിങ്ങളിത് ഈ ഒരു ഇങ്ങനെ 1:00 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 1 മണി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാറ്റം വരും. കാട്ടിത്തരാം. അപ്പോൾ നിങ്ങളുടെ ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 1 മണി മുതലാണ് ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെയും മാറ്റം വരും. ഏത് ഡേറ്റിൻ്റെ അവിടെയും മാറ്റം വരും. ഇത് തീരുന്നത് 22-ാം തീയതി ആയിരിക്കും. 22-ാം തീയതി എപ്പോൾ വരെ ഉണ്ട്? 12:59 വരെ ഉണ്ടാവും. 1 മണിയാവാൻ ഇതുള്ളത്. ഓക്കെ, ഈ ഒരു ടൈം ഇതിലാണ് ആ ഇത് വരുന്നത്, ആ സ്റ്റാർട്ട് ഓഫ് ടൈം ടേബിൾ വരുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ടൈം ടേബിൾ ഷിഫ്റ്റ് സെറ്റ് ചെയ്തു, സേവ് കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഡെമ്മി ആയിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ബ്രേക്ക് ടൈമിലേക്ക് വരിക. ബ്രേക്ക് ടൈം ഞാൻ ഫ്ലെക്സിബിൾ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ജനറൽ ക്ലിക്ക് ചെയ്തു. ഇത് ജനറലാണ് വരുന്നത്. ഓക്കെ, ജനറൽ ക്ലിക്ക് ചെയ്തു ബ്രേക്ക് ടൈം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി ബ്രേക്ക് ടൈം സെറ്റിങ്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
ഓക്കെ ഒരു ബ്രേക്ക് ടൈം ആഡ് ചെയ്തു. ഓക്കെ എന്നിട്ട് അതിന് പേര് കൊടുക്കുക എന്താണെന്നുള്ളത്, ടീ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക്, ഇങ്ങനെയുള്ള ടൈം സെറ്റ്. എപ്പോഴാണ് നിങ്ങളുടെ ബ്രേക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങളുടെ ഒരു ലഞ്ച് ബ്രേക്കായിട്ട് കൂട്ടുക. ഓക്കെ നോ എയർലിയർ ദാൻ 11:30. അപ്പോൾ 11:30 മുന്നേ നിങ്ങൾക്ക് ഒരാൾക്കും ബ്രേക്ക് പോകാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് നോ എയർലിയർ എന്ന് പറഞ്ഞാൽ. ഇനി എൻഡ് ടൈം നമ്മൾ 1 മണിക്കൂറാണ് ബ്രേക്ക്, അപ്പോൾ 12 മുതൽ 1 മണി വരെ 13. നോ ലേറ്റർ ദാൻ 13:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1:30 കഴിഞ്ഞതിന് ശേഷം, അതായത് മാക്സിമം 1:30 വരെയാണ് ബ്രേക്ക് എടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം ആരും ബ്രേക്ക് എടുക്കാൻ പാടുള്ളൂ. മീൻസ് അത് കഴിഞ്ഞിട്ട് വരുന്നവരെ എൻകറേജ് ചെയ്യുന്നില്ല, ഓക്കെ, പ്രോത്സാഹിപ്പിക്കുന്നില്ല കമ്പനി. അങ്ങനെയാണ്. ബ്രേക്ക് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. ഇത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. 12 മുതൽ 13 വരെ 1 മണിക്കൂർ 60 മിനിറ്റ്. ഓക്കെ, കാൽക്കുലേഷൻ ഓട്ടോ ഡിഡക്റ്റ് ആണ്. മസ്റ്റ് ചെക്ക് കൊടുത്ത്, അതായത് ഓട്ടോ ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ആ 1 മണിക്കൂർ അയാളുടെ ഡ്യൂട്ടി ടൈമിൽ കുറയും. ഇനി മസ്റ്റ് ചെക്ക് എന്നുള്ള കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ആൾ ചെക്ക് ചെയ്യണം. അതായത് ലീവ് ചെയ്യുമ്പോഴും ബ്രേക്കിന് പോകുമ്പോഴും ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പ്രോപ്പറായിട്ട് ചെക്ക് ഇൻ ചെയ്തിരിക്കണം. ഓക്കെ, ആണ് മസ്റ്റ് ചെക്ക്. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് സേവ് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിവിടെ സേവ് കൊടുക്കുക. സേവായി ബാക്കി കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇപ്പോൾ 2 ടൈം ടേബിൾ ഉണ്ട് നിങ്ങൾക്ക്. ഒന്ന് ഫ്ലെക്സിബിൾ ടൈം ടേബിളും രണ്ടാമത് ജനറൽ ടൈം ടേബിളും. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അതായത് ദിവസത്തെ ദിനചര്യ നമ്മൾ സെറ്റ് ചെയ്തു. ഒരു ദിവസം എപ്പോഴാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്, എപ്പോഴാണ് തീരും, അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇതൊരു ദിവസം മാത്രമാണ്, ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങൾ ബാധകമാണെന്നുള്ളത് നിൽക്കുക. ഇപ്പോൾ 2 ടൈം ടേബിൾ എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് വെള്ളിയാഴ്ച ദിവസം വേറെ ടൈം ടേബിൾ, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരു ടൈം ടേബിൾ. അങ്ങനെയാണ് 2 ടൈം ടേബിൾ അപ്പോൾ സെറ്റ് ചെയ്തല്ലോ. ഇനി ഷിഫ്റ്റിലേക്ക് വരിക. ഷിഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ കണ്ടോ, ഇതിനാണ് നിങ്ങൾക്ക് കളർ കൊണ്ടുവരാൻ പറഞ്ഞത്. 2 കളറാകുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും 2 ടൈം ടേബിളിൽ. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് ഷിഫ്റ്റ് വന്നു. ഓക്കെ, പലർക്കും പല ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നേരത്തെ ടൈം ടേബിൾ ആഡ് ചെയ്താൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒറ്റ ഷിഫ്റ്റ് ഉള്ളെന്ന് വിചാരിക്കുക. പേര് കൊടുത്തു. ഓക്കെ, ഡിഫോൾട്ട് ഷിഫ്റ്റ് തന്നെ കിടന്നോട്ടെ, മാറ്റാൻ പോകണ്ട. ഓക്കെ, ഇത് റിപ്പീറ്റ് സൈക്കിൾ വീക്ക്. അത് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീക്കിൽ എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഒരു വീക്കിൽ ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് വേണമെങ്കിൽ ക്ലിയർ കൊടുക്കുക. എന്നിട്ട് ടൈം ടേബിൾ 1 2 3 4. ഓക്കെ, എൻ്റെ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ ടൈം ടേബിളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു കളർ ചേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടല്ലേ. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. ഇത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, ടൈം ടേബിൾ ഏതൊക്കെ ദിവസങ്ങൾ ബാധകമാണെന്നുള്ളത് മാത്രം സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇത് ആകെ ടൈം ടേബിളാണ് ഇച്ചിരി പ്രശ്നം വരുന്നുള്ളൂ. ബാക്കി അങ്ങോട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ട് പോകുന്ന കേസാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ഒരാഴ്ചത്തെ കണ്ടീഷൻ സെറ്റ് ചെയ്ത് ഈ ഒരാഴ്ച റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരാഴ്ച തന്നെ അടുത്ത ആഴ്ചയും സെയിം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇത് ആർക്കൊക്കെ ബാധകമാണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. ഏതൊക്കെ എംപ്ലോയീസിന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഷിഫ്റ്റ് ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണ് ആ ഒരു സംഭവം. ഇപ്പോൾ ഇവിടെ ഇത് ടെക്നിക്കൽ സ്റ്റാഫിനുള്ള ഷിഫ്റ്റാണെന്ന് വിചാരിക്കുക. നിങ്ങൾ താഴെ ഒരു സെയിൽസുകാർക്കുള്ള ഷിഫ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അക്കൗണ്ട്സിനുള്ള ഷിഫ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ ഉപകാരമാണ്. കാരണം ഇപ്പോൾ ഇതിൽ സെയിൽസുകാരുള്ളതെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് ഉള്ളതെന്ന് ഇരിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഷെഡ്യൂളിൽ പോവുക. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒറ്റ ഷിഫ്റ്റേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 2 ഷിഫ്റ്റ് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടെക്നിക്കലിൻ്റെ ഷിഫ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ആ ടെക്നിക്കലിൻ്റെ ആളുടെ കംപ്ലീറ്റ് ഇതും ആ ടെക്നിക്കൽ ആൾക്കാർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അടുത്ത ഷിഫ്റ്റ് വിളിക്കുന്ന നമുക്ക് സെയിൽസുകാർക്കുള്ള ഷിഫ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് ഏത് പേഴ്സണിൽ പോയി നമ്മൾ സെറ്റ് ചെയ്തിരുന്നു നേരത്തെ, അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ സ്റ്റാഫിന് ഒറ്റ ഷിഫ്റ്റേ ഉള്ളൂ. അത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ എക്സ്പയറി കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പല സൈറ്റ് കണ്ടീഷനിലും നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ ഡിവൈസ് കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഓക്കെ, 1-ാം തീയതിയാണ് ഡിവൈസ് കൊണ്ടുപോയി വെച്ചത്. ഡിവൈസ് കൊണ്ടുപോയി വെച്ചു, അവിടെ ഇൻറ്റീരിയർ വർക്ക് നടക്കുമെന്ന് വിചാരിക്കുക ആ ഓഫീസിൽ. ഓക്കെ, എംപ്ലോയീസ് കാര്യങ്ങൾ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നുണ്ട്. PC സെറ്റപ്പ് ഒന്നും റെഡി ആയിട്ടില്ല. ഒരു PC ഇടണമല്ലോ ഈ IVMS, എന്നാലാണ് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PC സെറ്റപ്പ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ എംപ്ലോയീസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് ഇവിടെ ഡിവൈസ് ഇരുന്നോട്ടെ, അപ്പോൾ അവർ വന്ന് പഞ്ച് ചെയ്തോളും, അപ്പോൾ നമുക്കിത് 2 ദിവസം കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു ടെക്നീഷ്യൻ പോയി ഡിവൈസൊക്കെ വെച്ച് ആളുടെ കംപ്ലീറ്റ് എംപ്ലോയീസിൻ്റെ ഡേറ്റ ഡിവൈസിൻ്റെ അകത്ത് ആഡ് ചെയ്ത്, അതിനുശേഷം ഞാൻ പോകുന്നത് 21-ാം തീയതി ഇന്നാന്ന് വിചാരിക്കാം. 21-ാം തീയതി പോയി. 21-ാം തീയതി പോയി കഴിയുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ കാര്യങ്ങളും സെറ്റ് ചെയ്തൊന്നും ഇങ്ങനെ ഇവിടെ വന്നെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് മുന്നേ പോയ ആളോട് ഞാൻ വിളിച്ച് വെച്ചിട്ടായിരിക്കുമല്ലോ പോവുക. അപ്പോൾ അവൻ പറഞ്ഞു 1-ാം തീയതിയാണ് വെച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 1-ാം തീയതി പോലും നമ്മൾ സെലക്ട് ചെയ്തു. ഞാൻ ഏകദേശം ഇത്രയും ദിവസം ആയില്ലേ ഐഡിയ എടുത്തില്ല. അവൻ പറയും ഏകദേശം എടാ 1-ാം തീയതി തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല എന്ന് പറയുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു മാസമാണ് മുന്നോട്ട് കേട്ടോ, വലിയ നഷ്ടമൊന്നുമില്ല അതിൽ. അപ്പോൾ നവംബർ 1-ാം തീയതി മുതൽ നമുക്ക് അറ്റൻഡൻസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ എംപ്ലോയീസിനും ഈ ടൈം ടേബിൾ ബാധകമാണെന്നുള്ള കണ്ടീഷനിൽ കൊടുക്കും. ഒരു മാസം മുന്നേ കൊടുത്തു വേണ്ട, നിങ്ങൾ ഒരു വർഷം മുന്നേ കൊടുത്തു എന്നാലും പ്രശ്നമില്ല. ജനുവരി 1-ാം തീയതി കൊടുത്തു എന്നാലും ഒരു പ്രശ്നമില്ല.
അതവിടെ കിടന്നോളും. വേറെ നമുക്ക് ബാധ്യത വന്ന കേസില്ല, കുറച്ച് മുന്നേ കൊടുത്തു, ഒരാളുടെ അറ്റൻഡൻസ് മിസ്സാവണ്ടല്ലോ. അതിങ്ങനെ ഇത് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഇത് എക്സ്പയറി ഡേറ്റ്, ഇത് ഷിഫ്റ്റിനുള്ള എക്സ്പയറി ഡേറ്റ് ആണ്. ഞാൻ ജസ്റ്റ് അത് കയറ്റി മാക്സിമം അങ്ങോട്ട് കൊടുക്കും. 2037 ഡിസംബർ 31 കിടക്കട്ടെ, പ്രശ്നമില്ല. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സമ്മറി കാണാൻ പറ്റും. ജനുവരി 1 മുതൽ 2020 ജനുവരി 1 മുതൽ 2037 ഡിസംബർ 31 വരെ നമുക്ക് ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അതിനകത്ത് ആ ഷിഫ്റ്റിൻ്റെ വാലിഡിറ്റി ഡേറ്റ അതുവരെ നിങ്ങൾക്ക് ആ ഷിഫ്റ്റ് ഉപയോഗിക്കാനുള്ള കണ്ടീഷൻ മാക്സിമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചോട്ടെ അവർ. ഇനി ഇതിൽ തന്നെ ചെക്ക് ഇൻ നോട്ട് റിക്വയർഡ്, നമുക്ക് പ്രോപ്പർ ചെക്ക് ഇൻ വേണ്ട. അതായത് കണ്ടീഷൻ പറയുവാണെങ്കിൽ രാവിലെ ഓഫീസ് തുറക്കുന്നതിന് മുന്നേ ഡ്യൂട്ടിക്ക് പോകുന്ന എംപ്ലോയീസിന്, അതായത് ഫീൽഡിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വന്ന് പഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. 9 മണിക്ക് ഓഫീസ് തുറക്കുന്നെങ്കിൽ 7 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് വന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പഞ്ച് നോട്ട് റിക്വയർഡ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചെക്ക് ഔട്ട് നോട്ട് റിക്വയർഡ്, അതായത് ഇപ്പോൾ ഇതേപോലെ തന്നെ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഓഫീസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ അവർക്ക് പഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ രണ്ടും ഇല്ലാത്തവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, 2 പഞ്ചും ഇല്ലെങ്കിൽ. അപ്പോൾ അത് കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. ഷെഡ്യൂൾഡ് ഓൺ ഹോളിഡേയ്സ്, ഈ ഷിഫ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാറ്റർഡേ സൺഡേ ഹോളിഡേ ഉണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഷെഡ്യൂള്, ഈ ഇത് ടൈം ടേബിൾ ഹോളിഡേയ്സിന് ബാധകമാണെന്നുള്ളതാണ്. നമ്മൾ ഹോളിഡേയ്സ് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ അല്ല, അത് വീക്ക് ഡേയ്സ് ആണ് പറയുന്നത്, വീക്കെൻഡ്സ് ആണ് പറയുന്നത്. നമ്മുടെ ഹോളിഡേയ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഹോളിഡേ ഉണ്ടല്ലോ, അതിന് ബാധകമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് എഫക്റ്റീവ് ഫോർ ഓവർ ടൈമിന് ബാധകമാണോ ഈ ഷിഫ്റ്റ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് വരുന്ന ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ഷെഡ്യൂൾ ഓൺ വീക്കെൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ സാറ്റർഡേ സൺഡേ ഈ ഷിഫ്റ്റിന് ബാധകമുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു, അതിനുശേഷം ജസ്റ്റ് എക്സ്പയറി മാത്രം കൊടുക്കുക, സേവ് കൊടുക്കുക. ഓക്കെ, സേവായി. നിങ്ങൾ താഴത്തേക്ക് വന്ന് ഏത് എംപ്ലോയിനെ എടുത്താലും ആ എംപ്ലോയീസിന് എല്ലാത്തിനും ഇത് ബാധകമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി അറിയാം. ഫ്ലെക്സിബിൾ ഷിഫ്റ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, കണ്ടോ? ഫ്ലെക്സിബിൾ ഷിഫ്റ്റാണ് നമ്മുടെ ഏത് ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഫിക്സഡ് ഷിഫ്റ്റ്. ഓക്കെ, വെള്ളിയാഴ്ച ദിവസം വരുന്നത് 9 മണി മുതൽ 6 മണി വരെയുള്ള ഫിക്സഡ് ഷിഫ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ഷിഫ്റ്റ് സെറ്റ് ചെയ്തപ്പോൾ ഇതാണ്. ഒരു മിനിറ്റ്, അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, ഇത് നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വ്യാഴാഴ്ച ദിവസം വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ അറ്റൻഡൻസ് സ്റ്റാറ്റിസ്റ്റിയിൽ ഞാൻ സാറ്റർഡേ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. അത് സേവ് മാറ്റി നമുക്ക് ഒന്നുകൂടെ ഷിഫ്റ്റ് ഒന്ന് അസൈൻ ചെയ്താൽ മതി. ഓക്കെ, അത് ഇതിന് ശേഷം നമ്മൾ ജനറൽ റൂളിൽ സാറ്റർഡേ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ആ ഷിഫ്റ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. ആ ഷിഫ്റ്റ് ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് വന്നത്. ഷിഫ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് സൺഡേ ഇത് വന്നു, അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ടൈം ടേബിളിൽ ബാധിക്കുന്നതാണ് ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയില്ലേ? അതിനുശേഷം നമുക്ക് ഇവിടെ അറ്റൻഡൻസ് ഹാൻഡിൽ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി പഞ്ച് ചെയ്യുന്നുണ്ട്, അവർ പഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അറ്റൻഡൻസ് എടുക്കാനായിട്ട് അറ്റൻഡൻസ് സ്റ്റാറ്റിക്സിൻ്റെ ഇടയിൽ അറ്റൻഡൻസ് റെക്കോർഡിൽ വരിക. ഓക്കെ, അറ്റൻഡൻസ് റെക്കോർഡിൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം, ഇപ്പോൾ 1 തീയതി മുതൽ പഞ്ച് വേണമെങ്കിൽ അതെടുക്കുക. ഞാൻ ഇപ്പോൾ ഏകദേശം 19 തീയതിയിലത്തെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 19 തീയതി ആ ഒറ്റ ദിവസത്തെ പഞ്ചെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു, ആ ഡേറ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് എല്ലാവരുടെയും ഡാറ്റ ആണെന്ന് വിചാരിക്കാം. ഓക്കെ,
ഓക്കെ എടുത്തു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക സിങ്ക്രണൈസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിവൈസിൽ നിന്ന് ഡാറ്റ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിലേക്ക് എടുക്കുന്നതിനാണ് സിങ്ക്രണൈസിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കംപ്ലീറ്റ് ഡാറ്റ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ അറ്റൻഡൻസ് ഷെഡ്യൂളിൽ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് ഡേറ്റാണ് കൊടുത്തതെന്ന് വെച്ചാൽ. ഓക്കെ, സ്റ്റാഫ് കാൽക്കുലേറ്റ്. ഓക്കെ, ഇവിടെ കാൽക്കുലേറ്റ് കാട്ടിയിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടൈം ടേബിൾ, അതുപോലെ ഷിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ വെള്ളിയാഴ്ച ദിവസമാണ്, അതുകൊണ്ടാണ് ഈ ഷെഡ്യൂൾ വന്നത്. ഈ 19 എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. ഓക്കെ, ഈ 19 വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഈ 9 മുതൽ 18 എന്നുള്ള ഡ്യൂട്ടി ടൈം വന്നത് കേട്ടോ. എനിക്കിവിടെ അതാ ന്യൂ പീരീഡ് 9 മുതൽ 18 വരെയുള്ള ഡ്യൂട്ടി ടൈം കണ്ടോ. അത് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നമുക്കത് 2 എണ്ണം കാണണമെങ്കിൽ ഒരു ദിവസം കൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി മറ്റേ ഡാറ്റ സിങ്ക്രണൈസ് ആയതുകൊണ്ട് ഒത്തിരി ടൈം എനിക്ക് വരുന്നില്ല. ഒരു ദിവസത്തെ ഡാറ്റ സിങ്ക്രണൈസ് ആവാനുള്ള ടൈം ഏകദേശം വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെർച്ച് കൊടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേഷനിൽ പോവുക. സ്റ്റാർ ദിവസത്തെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ നോർമൽ ടൈം ടേബിൾ ഫ്ലെക്സിബിൾ, രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്, വ്യാഴവും വെള്ളിയാണ്. വെള്ളിയാഴ്ച നമുക്ക് ജനറൽ ടൈം ടേബിൾ, അങ്ങനെ 2 ടൈം ടേബിൾ ഇവിടെ കിട്ടി. ഇനി ഇതിനെ റിപ്പോർട്ടാക്കാം. നമ്മൾ ബേസിക്കലി മന്ത്ലി റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മന്ത്ലി റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം പേഴ്സൺ എടുക്കുക. നമ്മുടെ കംപ്ലീറ്റ് എംപ്ലോയി ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ വരുമ്പോൾ നിങ്ങൾ 1-ാം തീയതി മുതലാണ് നിങ്ങൾക്ക് ഒരു മാസത്തെ സൈക്കിൾ വരുന്നതെങ്കിൽ ചിലർ 15-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെയുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കാം. ഞാൻ വരുന്നത് എനിക്ക് ആദ്യത്തെ 1-ാം തീയതി മുതലുള്ള ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തു. 1-ാം തീയതിക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡേറ്റ്. ഇവിടെ നമുക്ക് 1-ാം തീയതി ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ ഉള്ളത്. ഓക്കെ, അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 18ഉം 19ഉമാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സൺ ID അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, കസ്റ്റം ചെയ്യാം. നമ്മുടെ ഡിവൈസിൽ ആഡ് ചെയ്യുമ്പോൾ എംപ്ലോയി നെയിം, ആളുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാഫ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വരുന്നത്. ഇനി ഈ താഴെ കാണിക്കുന്ന 1, 2, 3 ഡേറ്റ്. ഓക്കെ, ഡിസംബർ 1, ഡിസംബർ 2, 3 എന്ന് പറഞ്ഞ ഡേറ്റ്. ഇത് ആദ്യത്തെ ചെക്കിനാണ്. ഓക്കെ, 8/3 ആൾ ചെക്ക് ഇൻ ചെയ്തു. അടുത്ത ചെക്കൗട്ട് 17:34, അതായത് 5:34 ചെക്കൗട്ട് ചെയ്തു. ഓക്കെ, പിന്നെ വരുന്നത് OT, ലേറ്റ്, എയർലി ലീവ്, അറ്റൻഡഡ് തുടങ്ങിയ സാധനങ്ങളാണ്. ഈ അറ്റൻഡഡ് നോക്കിക്കഴിഞ്ഞാൽ 571 മിനിറ്റ് ആൾ അറ്റൻഡ് ചെയ്തു. ഓക്കെ, നമ്മൾ കൊടുത്ത ടൈം പ്രകാരം 18-ാം തീയതി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ടൈം ടേബിളാണ് നമ്മൾ കൊടുത്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ എത്രയായിരുന്നു കൊടുത്തത്, ഫ്ലെക്സിബിൾ 540 മിനിറ്റ് ഡ്യൂട്ടി ചെയ്താൽ മതി എന്നാണ് കൊടുത്തത്. ഓക്കെ, നമ്മൾ റിപ്പോർട്ടിൽ പോവുക. റിപ്പോർട്ട് ഓക്കെ, 540 മിനിറ്റ് ഡ്യൂട്ടി ചെയ്താൽ 571 മിനിറ്റ് ഡ്യൂട്ടി ചെയ്തു. അപ്പോൾ ആൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ കാട്ടി. ഓക്കെ, അത് എഫക്റ്റീവ് ഫോർ ഓവർ ടൈം കൂടെ കൊടുക്കുക. റെക്കോർഡ് ഓക്കെ, ആ എഫക്റ്റീവ് ഫോർ ഓവർ ടൈം സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ ഇവിടെ OT ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ OT കാണാൻ പറ്റി. ഓക്കെ, അതാണ് ആ എഫക്റ്റീവ് ഫോർ ഷിഫ്റ്റ് ഷെഡ്യൂളിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അറ്റൻഡഡ് ടോട്ടൽ അറ്റൻഡ് ചെയ്ത ടൈമാണ് 571 മിനിറ്റ് അറ്റൻഡ് ചെയ്തു. അതിൽ 540 മിനിറ്റ് മതിയായിരുന്നു. അപ്പോൾ 31 മിനിറ്റ് OT ഉണ്ട്. WOT1, W എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, OT1. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ്. ഇവിടെ ചെക്ക് ഇൻ പ്രോപ്പർ അല്ല, എവിടെയോ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റൻഡഡ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ടൈമും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആവുന്നുള്ളത്. ഏത് നമ്മൾ കൊടുത്തതിൻ്റെ കൂടെ ആ കാൽക്കുലേറ്റ് ബ്രേക്ക് ടൈം ഇൻറ്റു അറ്റൻഡൻസ് പറയും. 8 മണിക്കൂർ പ്ലസ് 1 മണിക്കൂർ, അങ്ങനെ 9 മണിക്കൂർ. 8 മണിക്കൂർ ഡ്യൂട്ടിയും 1 മണിക്കൂർ ബ്രേക്ക് ടൈമും, അങ്ങനെ 9 മണിക്കൂർ ആൾ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ള കണ്ടീഷൻ. ആ 1 മണിക്കൂർ മാത്രമേ കയറിയിട്ടുള്ളൂ. ആ പ്രോപ്പർ ചെക്ക് ഇൻ ചെക്കൗട്ട് ഇല്ല അവിടെ. ഓക്കെ, അതുകൊണ്ടാണ് ആബ്സെൻ്റ് കാട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ താഴത്തേക്ക് വന്നാൽ വേറെ ഏതെങ്കിലും എംപ്ലോയീസ് ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എയർലി ലീവ് എന്നുള്ള കൺസെപ്റ്റ് കണ്ടോ, കണ്ടോ ഈ. ഓക്കെ, എയർലി ലീവാണത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എയർലി ലീവ് 21 മിനിറ്റ് മുന്നേ അയാൾ പോയി, ഡ്യൂട്ടിയിൽ നിന്ന് പോയി. ഇതായത് 19-ാം തീയതി നമ്മൾ കൊടുത്തിരിക്കുന്നത് ജനറൽ ടൈം ടേബിളാണ്, ഫ്ലെക്സിബിൾ അല്ല. ജനറൽ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഇതേതാ എംപ്ലോയി? ഓക്കെ, ഒരു എംപ്ലോയി. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി പോയി കഴിഞ്ഞാൽ ടൈം ടേബിൾ, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. നമ്മൾ ഡ്യൂട്ടി 6 മണിക്കാണ് തീരുന്നത്, 10 മിനിറ്റാണ് എയർലി അലോ ചെയ്തിട്ടുള്ളൂ. അതായത് 5:50 പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, 5:50 തൊട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, 5:50 മുന്നേ പോയി കഴിഞ്ഞാൽ എയർലി ഇതായിട്ട് കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഞ്ച് 5:39 പോയി ആൾ, അപ്പോൾ എയർലി ലീവാണ്. 21 മിനിറ്റ് മുന്നേ, 5:50 ആയിരുന്നു, 21 മിനിറ്റ് മുന്നേ ആൾ നേരത്തെ പോയി, അപ്പോൾ എയർലി ലീവ്. ഇവിടെ പ്രോപ്പറാണ്. 583 മിനിറ്റ് വർക്ക് ചെയ്തു, അതിൽ 43 മിനിറ്റ് ഓവർ ടൈം. 540 മതിയാകും, 40 മിനിറ്റ് ഓവർ ടൈം, OT1 എയർലി ലീവ്. ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ലേറ്റും ഉണ്ട്. ഇത് കാണിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. OT1 എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആണേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 736 മിനിറ്റ് വർക്ക് ചെയ്തു. ഓക്കെ, 736 മിനിറ്റ് വർക്ക് ചെയ്തു. അതിൽ 540 മിനിറ്റ് മതിയായിരുന്നു, 272, 2 സ്ലാബായി, OT1 OT2. അതായത് 272 എന്ന് പറയുമ്പോൾ തന്നെ എത്ര മിനിറ്റ്? 60, 60, 120, 240, 4 മണിക്കൂറായി. ഓക്കെ, പിന്നൊരു 30, 4 മണിക്കൂറും 32 മിനിറ്റും. ഓക്കെ, 4 മണിക്കൂറും 32 മിനിറ്റും ആൾ ഡ്യൂട്ടി ചെയ്തു. അപ്പോൾ OT1 ഉണ്ട്, OT2 ഉണ്ട്, 2 സ്ലാബായില്ലേ, അങ്ങനെ. ഓക്കെ, ഇനി നമ്മളിവിടെ വരുമ്പോൾ ഇതും അതേപോലെ തന്നെ OT1 OT2 2 സ്ലാബുള്ള OT ആണ്. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എയർലി ലീവ് വരുന്നത്, എയർലി ലീവ് നമ്മളുണ്ട്. ലേറ്റായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ലേറ്റായിട്ട് വരുന്ന ഒരാളും കിട്ടിയില്ല. ലേറ്റായിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടെ കാണിക്കുക. നമുക്ക് ലേറ്റിൻ്റെ അവിടെ ഇത്ര കാണിക്കും, ഇവിടെ എന്ന് പറഞ്ഞ് കാണിക്കും. കാണിച്ച് കഴിഞ്ഞാൽ ലേറ്റാണ്. ഓക്കെ, ഇത് അക്ഷരങ്ങൾ കിട്ടാനായിട്ട് ഇത് നമുക്ക് പിന്നെ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫയലിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ഇങ്ങനെ തന്നെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റിപ്പോർട്ട് ഞാൻ ഇപ്പോൾ പ്രിൻ്ററൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. റിപ്പോർട്ട് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം നിങ്ങൾ ഫയലിൽ പോയിട്ട് റിപ്പോർട്ട് PDF കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ റിപ്പോർട്ട് വേണ്ടത്, PDF ആയിട്ട് വേണ്ടത് അവിടെ കൊണ്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ എനിക്ക് എക്സലായിട്ട് വേണ്ടെങ്കിൽ എക്സലായിട്ട് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ റിപ്പോർട്ട് ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം. W എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തു, OT1 ഓവർ ടൈം 1, സ്ലാബ് 1, OT2 എന്ന് പറഞ്ഞാൽ സ്ലാബ് 2, OT3 സ്ലാബ് 3, L എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് വന്നു, E എന്ന് പറഞ്ഞാൽ എയർലി ലീവ് നേരത്തെ പോയി, A എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്, B ബിസിനസ് ട്രിപ്പ്, LV എന്ന് പറഞ്ഞാൽ ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ, ഈ ഹാഷ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് മാർക്കാണ്. അതായത് അന്ന് വീക്കെൻഡാണ്. ഞാൻ ഇവിടെ ഞാൻ കാട്ടിയില്ല അല്ലേ. ഇത് കണ്ടോ, നമ്മൾ 14-ാം തീയതി, അതായത് സൺഡേ ആണ്, അന്ന് വീക്കെൻഡാണ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വീക്കെൻഡ് എന്നുള്ളത്, അതുകൊണ്ട് അന്ന് ഡ്യൂട്ടി ഇല്ല. അതാണ് ഹാഷ് കാണിച്ചിരിക്കുന്നത്. ഇനി അറ്റൻഡൻസ് ഹാൻഡ്ലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എംപ്ലോയി, ഉദാഹരണത്തിന് അഖിൽ എന്ന് പറഞ്ഞ എംപ്ലോയി. ഓക്കെ, ഇവിടെ ഓൾറെഡി ആബ്സെൻ്റ് കാണിക്കും. നമുക്ക് ആൾക്ക് 22-ാം തീയതി ലീവ് കൊടുക്കണമെങ്കിൽ അപ്ലൈ ലീവ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ആ ഒറ്റ ലീവ് എന്താണ് ലീവ് എന്നുള്ളത് നമുക്കിവിടെ സിക്ക് ലീവ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ അറ്റൻഡൻസിൽ അങ്ങനെ വരും, സിക്ക് ലീവ് എന്ന് പറഞ്ഞ്. ഞാനിപ്പോൾ ഉദാഹരണം കാണിക്കണമെങ്കിൽ നമ്മൾ കൊടുത്തത് 19-ാം തീയതി. ഓക്കെ, 19-ാം തീയതി ആൾക്ക് ലീവ് കൊടുക്കാം നമുക്ക്. ഈ ടൈം നമ്മൾ നോട്ടണേ, 19-ാം തീയതി സിക്ക് ലീവ് കൊടുത്ത് അത് തീരുന്നത് 23:59. ഓക്കെ, ജസ്റ്റ് ലീവ് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, സിക്ക് ലീവ് എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മൾ ഇനി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. ഇവിടെ കണ്ടോ, സിക്ക് ലീവ് എന്ന് പറഞ്ഞ് കണ്ടോ, റിമാർക്കിൽ കണ്ടു, സിക്ക് ലീവ്, ആൾക്ക് ലീവാണ്, സിക്ക് ലീവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അറ്റൻഡൻസ് ഹാൻഡ്ലിങ്ങിൽ പോയി കഴിഞ്ഞാൽ സിക്ക് ലീവ്. ഇനി നിങ്ങൾക്ക് അത് ജസ്റ്റ് ബൈ മിസ്റ്റേക്ക് മാറിപ്പോയെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ഫോർ ലീവിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാട്ടിത്തരാം. ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്താൽ മതി. ഓക്കെ,
ഇവിടെ ഇവിടെ വന്ന് സിക്ക് ലീവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡിലീറ്റ് ആയിക്കോളും. ഇനി ആൾക്ക് ഇവിടെ വന്നിട്ട് ചെക്കിന്, അതായത് ആളുടെ ചെക്കിൻ ടൈം അല്ലെങ്കിൽ ചെക്കൗട്ട് ടൈം മാനുവലി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചെക്കിൻ അല്ലെങ്കിൽ ചെക്കൗട്ട് ടൈം എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ അറ്റൻഡൻസ് റെക്കോർഡ് അന്നത്തെ ശ്രദ്ധിക്കണം. ആളുടെ ഇപ്പോൾ 8:18 ഇപ്പം നിങ്ങൾക്ക് ചെക്കൗട്ട് മാത്രമാണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ചെക്കിൻ ടൈം നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം ചെക്കൗട്ടിൻ്റെ അവിടെ പോയിട്ട് ചെക്കൗട്ട് എടുത്ത് റെഡിയാക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ആൾക്ക് 18 തീയതി ചെക്കൗട്ട് ഇല്ലെന്ന് വിചാരിക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, 8:18:36. ഓക്കെ, 8:18:36 നമ്മുടെ ചെക്കിൻ ടൈം. 8:18:36 ഇതാണ് ചെക്കിൻ ടൈം. അത് നമ്മുടെ അറ്റൻഡ്. ഇനി ചെക്കൗട്ട് ടൈം ഞാൻ കൊടുക്കുന്നത് 20 തന്നെ കൊടുക്കുന്നത്, അത് 8 മണി വരെ. ഓക്കെ, സേവ് കൊടുത്തു. ഓക്കെ, സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. കാൽക്കുലേഷനിൽ ഒരു കാൽക്കുലേറ്റ് കൊടുക്കുക, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. അഖിലെന്ന് പറഞ്ഞ ആളുടെ ഇവിടെ ഉണ്ടോ, റിപ്പോർട്ടിൽ വന്നേക്കുന്നുണ്ടോ? ഓൾറെഡി നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കാണിച്ചു തരാം ഞാൻ. ഇവിടെ ഇതിപ്പോൾ ശ്രദ്ധിച്ചോളണേ, ഈ ഒരു സാധനം ശ്രദ്ധിച്ചോ. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാനിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. ഡിലീറ്റ്. ഓക്കെ, റീഫ്രഷ്. ഞാൻ ആളുടെ റിപ്പോർട്ട് എടുത്തു. അഖിലെന്ന് പറഞ്ഞ ആളുടെ റിപ്പോർട്ട് ഇതാ ഇവിടെ വന്ന് ഞാൻ ആബ്സെൻ്റായി. കണ്ടോ, നേരത്തെ ആബ്സെൻ്റ് ആയിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് ചെക്ക് ഔട്ട് ടൈം ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുടെ വർക്കിങ്ങും ഓവർ ടൈമും ഒക്കെ കാണിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് ബേസിക്കായിട്ട് അറ്റൻഡൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 2 ഡിവൈസായിട്ടാണ് പഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ഡിവൈസൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അവർക്ക് പഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ഡിവൈസിലൊരാൾ, നമ്മൾ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരു ഡിവൈസിൽ നമ്മുടെ എംപ്ലോയീസിനൊക്കെ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇത് മറ്റൊരു ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരാം. ഓക്കെ, ഹോം പേജിൽ ആക്സസ് കൺട്രോൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓതറൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ആ ഓതറൈസേഷനിൽ ആക്സസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളൊരു ഗ്രൂപ്പ് ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡിവൈസസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആരൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത്, ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ഡിവൈസേ ഉള്ളൂ. രണ്ടാമതൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഡിവൈസിലേക്കും കിട്ടും. എനിക്ക് ഒരു ഡിവൈസും കൂടെ ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് കൊടുത്തു. ഓക്കെ, ഇതിന് ശേഷം അതായത് ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഡിവൈസ്, ഇപ്പോൾ 2 ഡിവൈസ് ഉണ്ട്. ഒരു ഡിവൈസിൽ നിങ്ങളുടെ എംപ്ലോയീസ് ഉണ്ടായിരുന്നു, അവരെ കംപ്ലീറ്റ് എടുത്തു നമ്മുടെ സിസ്റ്റത്തിലേക്ക്. എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ ഡിവൈസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഫ്രഷാണ്. ആ ഡിവൈസിൽ ഇപ്പോൾ ഒരു ഡേറ്റ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൾ ടു ഡിവൈസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിലേക്ക് കംപ്ലീറ്റ് ഡേറ്റയും പോകും. ഓക്കെ, ഫ്രഷ് ആയിട്ടുള്ള ഡിവൈസിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഇനി നിങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു എംപ്ലോയി വന്നു എന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക ഇതേപോലെ. അതിനുശേഷം അപ്ലൈ ചേഞ്ചസ് ടു ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ആ ഡിവൈസിലുള്ള എംപ്ലോയീസിനൊന്നും ചെയ്യേണ്ട, പുതിയ എംപ്ലോയി വല്ലതും ഉണ്ടെങ്കിൽ അവരെ മാത്രം ആഡ് ചെയ്തിരുന്നാൽ മതി. ഈ അപ്ലൈ ഓൾ ടു ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് എന്താണോ അത് മാത്രമേ പോവുള്ളൂ. പഴയ ഡിവൈസിലുണ്ടായിരുന്നതൊക്കെ ഡിലീറ്റ് ആയിട്ട് ഇവിടുന്ന് ചേഞ്ച് ഉള്ളത് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. അങ്ങനെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് ഡാറ്റ പോകും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ ഡിവൈസും കൂടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പേഴ്സൺ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ആ പേഴ്സൺ ലിസ്റ്റിൽ പോകും. അതായത് പേഴ്സണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺസ് ഉണ്ട്. ഇവിടെ ഒരാളെ ആഡ് കൊടുത്തു. ഓക്കെ, ആഡ് കൊടുത്തതിന് ശേഷം എംപ്ലോയി ഐ ഡി കൊടുക്കുക. ഓക്കെ, എംപ്ലോയി ഐ ഡി അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് പേര് കൊടുക്കാം, ദാസ്, അങ്ങനെ ഒരു പേര് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇത് ജനറലി അങ്ങനെ കിടന്നോട്ടെ, അവിടെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിമോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റിമോട്ടിൽ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത ഡിവൈസ് ഇവിടെ കാണിക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ ആ ഡിവൈസിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻ്റ് ചിഹ്നം വരും. അതിൽ നിന്ന് ഡാറ്റ ആളുടെ ഫിംഗർ വെച്ചോളാൻ പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫിംഗർ ഡയറക്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓപ്ഷൻ കിട്ടും. ഫേസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ആക്സസ് കൺട്രോളിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ പിൻ കോഡ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നടിച്ചിട്ട് നമുക്ക് അതായത് ഇപ്പോൾ ഡോർ കൺട്രോളൊക്കെ വെക്കുന്നെങ്കിൽ പിന്നടിച്ചിട്ടും ആൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പിൻ കോഡിൽ. ഓക്കെ, ഇപ്പോൾ ഒരു 001 എന്നുള്ള പിൻ കോഡ് സെറ്റ് ചെയ്തിരിക്കുക, ആൾക്ക് 001 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പേരിൽ ആ ഡോർ അൺലോക്ക് ആവും. ഓക്കെ, പേര് പറയുന്നതല്ല, നമ്മൾ റെക്കോർഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആളുടെ ആ സമയത്ത് ഡോർ അൺലോക്ക് ചെയ്തിരിക്കുന്ന ആളാണെന്നുള്ള രീതി കിട്ടും. അങ്ങനെ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.